ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഏറ്റവും കംഫർട്ടബിളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ റെയിൽവേയാണ്. ഈ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലൂടെ ചക്രങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. എല്ല് പൊട്ടുന്ന അല്ലെങ്കിൽ മാംസം മുറിയുന്ന ഒരു ശബ്ദം. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ വലിയ മാസ് വന്ന് ഇടിച്ച് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരം ചിതറിത്തെറിക്കുന്ന കാഴ്ച നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം. ഏതാനും നിമിഷങ്ങൾ മുമ്പ് ജീവനുണ്ടായിരുന്ന ഒരു ശരീരം ചിന്നിച്ചിതറിക്കിടക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ കൈകൊണ്ട് പെറുക്കി മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കൊന്നും ചെയ്യാനില്ല, നിസ്സഹായനാണ്. പക്ഷെ എന്നാലും ഞാൻ ഓടിച്ച ട്രെയിനല്ലേ പാവം വീട്ടമ്മയെ, കുട്ടിയെയും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയെ ചിന്നിച്ചിതറി. സമയമെന്ന് പറയുന്നത് വലിയൊരു മരുന്നാണ്. ഹീല് ചെയ്യാൻ ഇത്രയും ബെസ്റ്റ് ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലിംഗ് മെഡിസിൻ എന്നാണ് പറയുക. നിയമങ്ങൾ കൊണ്ട് ഒരു ലോക്കോ പൈലറ്റിനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ ഉള്ള ഒരു പ്രൊവിഷൻ നിയമത്തിലില്ല. പലരും പറയാറുണ്ട്, നിങ്ങൾ ആത്മഹത്യകൾ കാണുന്നു, ദുരന്തങ്ങൾ കാണുന്നു, മരണങ്ങൾ കാണുന്നു, അപകടങ്ങൾ കാണുന്നു, മറ്റെല്ലാ മേഖലകളിലുമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ദുരന്തം കാണുമ്പോൾ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഓടിക്കുന്ന വാഹനം ഇടിച്ച് ഒരാൾ മരിക്കുമ്പോൾ അത് നമ്മളിൽ ഒരു ഉത്തരവാദിത്വ ബോധം അറിഞ്ഞോ അറിയാതെയോ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ മരണം നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു തോന്നൽ ഉണ്ടാവാം. നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടി, ഞാൻ ഓടിച്ച ട്രെയിൻ ഇടിച്ചല്ലേ ആ പാവം മരിച്ചത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അറിയാതൊരു കുറ്റബോധം വന്നു. ആ കുറ്റബോധത്തിൽ ഒരടിസ്ഥാനവുമില്ല. അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് തന്നെ നിയമങ്ങൾ കൊണ്ട് ഒരു ലോക്കോ പൈലറ്റിനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ ഉള്ള ഒരു പ്രൊവിഷൻ നിയമത്തിലില്ല. പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ആ മരണം ഒഴിവാക്കുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എനിക്കൊന്നും ചെയ്യാനില്ല, നിസ്സഹായനാണ്. പക്ഷേ എന്നാലും ഞാൻ ഓടിച്ച ട്രെയിനല്ലേ പാവം വീട്ടമ്മയെ, കുട്ടിയെയും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയെ ചിന്നിച്ചിതറി. ആ കൊച്ചു കണ്ണുകൾ, ആ കുഞ്ഞു കണ്ണുകളിൽ ഭയത്തിൻ്റെ നേരിയ അംശം പോലുമില്ലാതെ, കാരണം അമ്മയുടെ മാറോട് ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും വലിയ കംഫർട്ടെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കംഫർട്ട് സ്വന്തം അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുക എന്നുള്ളതാണ്. എത്ര വലിയ കരച്ചിലാണെങ്കിലും ശരി, മാറോട് ചേർത്ത് ആ കുഞ്ഞിൻ്റെ പുറത്തുനിന്ന് തട്ടുമ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ അടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരിടത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ ഈ ഇരുമ്പിൻ്റെ വലിയ മാസ് വന്ന് ഇടിച്ച് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരം ചിതറിത്തെറിക്കുന്ന കാഴ്ച നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം, അത് മറ്റേതെങ്കിലും ഒരു തൊഴിലിടത്തിൽ ഒരു ആക്സിഡൻറ്റിനെ നേരിടുന്ന ഒരു വ്യക്തിക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, പല മീഡിയകളിലും ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയാറുണ്ട്. അവർ ഡീൽ ചെയ്യുന്ന ശവങ്ങളെയാണ്, ജീവനുള്ള ഒരു ശരീരത്തെ അല്ല അവർ ഡീൽ ചെയ്യുന്നത്. എന്നോ മരിച്ചുപോയ ആൾക്കാരാണ്. അവർക്ക് വേദനിക്കില്ലല്ലോ. ആ മരിച്ചുപോയ ശവശരീരം അവരുടെ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയുധങ്ങൾ കൊണ്ട് വെട്ടി മുറിക്കുമ്പോൾ അത്രയ്ക്ക് ഉണ്ടാവുമോ എനിക്കറിയില്ല. കാരണം ഞാനൊരു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി അറിയില്ല. എന്നാലും അത് ഭീകരം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇത് ഒരല്പം മുമ്പ്, ഏതാനും നിമിഷങ്ങൾ മുമ്പ് ജീവനുണ്ടായിരുന്ന ഒരു ശരീരം ചിന്നിച്ചിതറിക്കിടക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ കൈകൊണ്ട് പെറുക്കി മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ധാരാളം കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ സർവീസിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ എൻ്റെ സർവീസിൽ കയറി ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു റൺ ഓവർ ഉണ്ടാകുന്നത്. റെയിൽവേ സാങ്കേതികപരമായിട്ട് ഒരു മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലോ ട്രെയിൻ ഇടിക്കുകയോ അതിൻ്റെ മേൽ കൂടെ കടന്നു പോവുകയോ ചെയ്തു കഴിയുമ്പോൾ ഉള്ള ഒരു സാങ്കേതിക പേരാണ് റൺ ഓവർ എന്ന് പറയുന്നത്.
ആദ്യമായിട്ടൊരു റൺ ഓവർ ഉണ്ടാകുന്നത് ജോലി കയറിയിട്ട് 3 to 4 days ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ഗുഡ്സ് ട്രെയിനിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. അപ്പോൾ എൻ്റെ ലോക്കോ പൈലറ്റ് വലതുവശത്ത്, ഇടതുവശത്താണെന്ന്, ഡീസൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണെന്നുള്ളത്. ഡീസൽ എഞ്ചിനാണ്. ആ സമയത്ത് ഗുഡ്സ് പോകുമ്പോൾ മുളന്തുരുത്തിക്ക് മുമ്പായിട്ട് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ കിടക്കാനുള്ള തയ്യാറെടുപ്പ് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർക്കത് മനസ്സിലായി. എനിക്കത് മനസ്സിലായില്ല. കാരണം അദ്ദേഹത്തിന് ധാരാളം പരിചയം അപ്പോഴത്തേക്കും ആയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, സർവീസ് ജീവിതത്തിൽ. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയുന്നത്, അയ്യോ കിടക്കല്ലേ കിടക്കല്ലേ എന്നങ്ങ് നിലവിളിക്കുകയാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല, എന്ത് കിടക്കല്ലേ എന്ന് പറയുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാൾ വന്നിട്ട് പെട്ടെന്ന് ട്രാക്കിലും കിടക്കുകയായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നല്ലവണ്ണം അത് ഞങ്ങൾ കണ്ടു. ഈ കണ്ടു എന്ന് പറയുമ്പോൾ ഈ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലൂടെ ചക്രങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. എല്ല് പൊട്ടുന്ന അല്ലെങ്കിൽ മാംസം മുറിയുന്ന ഒരു ശബ്ദം. ഈ ഡീസൽ എഞ്ചിനിലാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗവും ജനലിലൂടെ വലിയൊരു ജനൽ പാളിയുണ്ട്. അത് മുഴുവനായിട്ട് അതിൻ്റെ ഷട്ടർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് നമ്മൾ പുറത്താണ്. നമ്മുടെ ചെവിയും ഒക്കെ തലയും ഒക്കെ മിക്കവാറും പുറത്തേക്ക് തള്ളി നിൽക്കും. അങ്ങനെയാണ് അതിൻ്റെ കാഴ്ച പൂർണ്ണമാവുന്നത്. ആ സമയത്ത് ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതൊരു വല്ലാത്ത സൗണ്ടാണ്. ആ ശബ്ദം ഇപ്പോഴും, അതായത് 22 ഞാൻ വിരമിച്ചു, 4 വർഷമായി. ഈ 4 വർഷമായപ്പോഴും ചില സമയത്ത് ഈ ഉറക്കത്തിൽ, സ്വപ്നത്തിലൊക്കെ ഈ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ആ ഒരു കീറി മുറിക്കുന്ന ആ ശബ്ദം ഒരു വല്ലാത്തൊരു സൗണ്ടാണ്. ആ ശബ്ദം ഞാൻ അന്ന് ആദ്യമായിട്ട് ഈ സർവീസിൽ കയറി 4 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഞാൻ കേട്ടു. അപ്പം തുടങ്ങി ഈ എപ്പോഴും ഈ സൗണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നത്. കാരണം ഈ ട്രെയിനിന് മുമ്പിൽ നിന്ന് പൊട്ടിച്ചെതറി പോകുമ്പോൾ ഈ ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് വളരെ സാവകാശത്തോടു കൂടി വളരെ ശാന്തമായിട്ട് മരണത്തെ വരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ആത്മഹത്യ ചെയ്യാൻ ഉറച്ച്. ജീവിതം മടുത്തിട്ട് ജീവിതത്തിന് ഇനി മറ്റു മാർഗങ്ങൾ ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളൊരു ബോധം ഉള്ളിൽ വന്നിട്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഏറ്റവും കംഫർട്ടബിളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ റെയിൽവേയാണ്. അത് എന്താണ് അതിൻ്റെ പിന്നിൽ എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, പോയി അങ്ങ് കിടന്നാൽ മതി എന്നുള്ളതായിരിക്കാം. ഒരു പക്ഷേ ഒരിക്കലും ആത്മഹത്യയോടുള്ള ഒരു പ്രൊമോഷനായിട്ട് ഞാൻ പറയുന്നതല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല. ജീവിതത്തെ ധൈര്യത്തോടു കൂടി നേരിടുക എന്നുള്ളതാണ് ആ ജീവിതം മഹത്തരമാക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, അതിനെ നമുക്ക് നേരിടാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് നേരിടാൻ: ക്ഷമയും സമയവും. സമയമെന്ന് പറയുന്നത് വലിയൊരു മരുന്നാണ്. ഹീല് ചെയ്യാൻ ഇത്രയും ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലിംഗ് മെഡിസിൻ എന്നാണ് പറയുക. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ ഈ പ്രശ്നം നമ്മളെ കടന്നു പോകും. എത്ര സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണെങ്കിലും ശരി, സാമ്പത്തിക ബാധ്യത ഉള്ള ആളാണെങ്കിലും ശരി, പെട്ടെന്ന് മരണം തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് സാവകാശം അതിന് കൊടുത്താൽ ഒരു പക്ഷേയാണ് ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരാം. അതല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉരുത്തിരിഞ്ഞു വരാം. അതല്ലെങ്കിൽ ഉറ്റവരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ നമ്മൾ പറയാം, എന്തെങ്കിലും ഒരു മാർഗം തരൂ, ഇല്ലെങ്കിൽ എനിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് കരുണ വറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കറിയാം, ഒരു ക്യാൻസർ പേഷ്യൻ്റോ മറ്റോ അല്ലെങ്കിൽ വൃക്ക മാറ്റി വെക്കേണ്ട ആൾക്കാരോ ഒക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന കാണാറുണ്ട്. നമുക്ക് പലരും സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ ലോകത്ത്. അവർ ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസയായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെയുള്ള ആളുകളുണ്ടാവാം, എല്ലാവരുമല്ല. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ അത്തരം ആൾക്കാരെ ആരെങ്കിലുമൊക്കെ കണ്ടെത്തി ഇവരെ ഇത്തരം സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പിന്തിരിപ്പിച്ചാലോ. അപ്പം അതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്യാൻ വരുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. ഒരുപക്ഷെ ആ നിമിഷം കൊണ്ട് ചിലപ്പോൾ നമ്മളതിൽ നിന്ന് പിന്മാറാൻ ചാൻസ് ഉണ്ട്. ഇതിൽ
പല ഉദാഹരണങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനായിട്ട് ട്രാക്കിൽ കമന്നടിച്ച് അല്ലെങ്കിൽ തല വെച്ച് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ ചെന്ന് വിളിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ അവർ ആ സമയത്ത് റിയാക്ട് ചെയ്യുന്നത് വളരെ അഗ്രസീവായിട്ടായിരിക്കാം. പലർക്കും പല ലോക്കോ പൈലറ്റിനും അടിവരെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം ഒരു കാര്യമൊന്നും എൻ്റെ സർവീസ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ഒരിക്കലുണ്ടായത്, ഒരു അമ്മ, ഒരു വയ്യാത്ത ഒരമ്മ, അവർക്ക് ക്യാൻസറായിരുന്നു. അവർ ട്രാക്കിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ടും അവരുടെ കഴുത്തിൽ കൂടെ ട്രെയിൻ കയറി പോകുമായിരുന്നു. പക്ഷേ സ്പീഡ് കുറവായതുകൊണ്ട് എനിക്കത് നിർത്താൻ പറ്റി. അവരെ ചെന്ന് വിളിച്ചപ്പോൾ അവർ പൊട്ടിക്കരയുകയായിരുന്നു. കാരണം അവർക്ക് ക്യാൻസറാണ്, അവരെ നോക്കാൻ മക്കൾ തയ്യാറാകുന്നില്ല. അപ്പോൾ അത്തരത്തിലെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരു ആഗ്രഹമുണ്ടായില്ല. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നു. പ്രായമേറിയ അമ്മയാണ്, താൻ കിടപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആളില്ല. അപ്പോൾ പിന്നെ അതെല്ലാവർക്കും ഒരു ശല്യമാകണ്ട എന്ന് തീരുമാനിച്ചാണ് മരണത്തെ പുൽകാനായിട്ട് അവർ റെയിൽവേ ട്രാക്കിന് അഭയം പ്രാപിച്ചത്. പക്ഷേ ഞങ്ങൾ പിന്തിരിപ്പിച്ചതിന് ശേഷം പിന്നീട് അറിയാൻ കഴിഞ്ഞത് അവർ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. മക്കൾ ആ ഒരു സംഭവത്തോടുകൂടി അവരെ സ്വീകരിക്കാൻ തയ്യാറായി. പിന്നീട് എത്ര കാലം ജീവിച്ചു എന്നറിയില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവരെ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഹാപ്പിയാണോ എന്നറിയില്ല, എന്നാലും ജീവിതത്തിലേക്ക് അവർ തിരിച്ചുപോയി. അപ്പം അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ലോക്കോ പൈലറ്റായിട്ട് രണ്ട് മനുഷ്യരവിടെ ഇരിക്കുമ്പോൾ അവർക്കതൊരു ഉണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതല്ല. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്ലാറ്റ്ഫോമിലും ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് എക്സ്പ്രസ്സിൽ പോകുമ്പോൾ തല മാത്രം വേർപെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുനിഞ്ഞ തല ഇങ്ങനെ വലിച്ച് മുടിയിൽ കുത്തിപ്പിടിച്ച് എടുത്തു. അതൊക്കെ കണ്ട് തരിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ്. ഒരാൾ വന്നിട്ട് ട്രെയിനിന് മുമ്പിൽ നിൽക്കുന്നു, പെട്ടെന്നങ്ങ് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിൽ ഒരു കപ്ലിംഗ് ഉണ്ട്. കാരണം ഈ ലോക്കോയുടെ മുമ്പിൽ, എൻജിൻ്റെ മുമ്പിൽ അത് മറ്റ് ലോക്കോയുമായിട്ടും അതല്ലെങ്കിൽ ബോഗിയുമായിട്ടും ഒക്കെ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു ഭാഗമാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. കപ്ലിങ്ങിന് ഒരു ചെറിയൊരു കൊളുത്തുണ്ടാവാം. അത് നീണ്ടു നിൽക്കുന്ന ഒരു കപ്ലിങ്ങിൻ്റെ സൈഡിലായിട്ട്, അതായത് ഈ എയർ പൈപ്പ് യൂസ് ചെയ്യാത്ത എൻഡിലാണെന്നുണ്ടെങ്കിൽ അത് കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കൊളുത്താണ്. ഈ കൊളുത്തിൽ കുടുങ്ങിപ്പോയി ആൾ. കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യ ശരീരത്തിലേക്ക് തുളച്ച് കയറി കഴിഞ്ഞാൽ അകത്ത് എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ എല്ലുമായിട്ട് ലോക്കഡായിപ്പോയി. അതായത് ഇദ്ദേഹത്തെ വലിച്ച് ഊരാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ആ സമയത്ത് മറ്റ് ഒരു പോംവഴിയുമില്ലാതെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തൊട്ടടുത്ത കടയിൽ ചെന്നിട്ട് ഒരു ബ്ലേഡ് വാങ്ങിച്ചു. മറ്റൊരു വഴിയുമില്ല. ആൾക്കാർ കണ്ടമാനം പിടിച്ച് വലിച്ചിട്ടൊന്നും പോകുന്നില്ല. കാരണം ഇതിങ്ങനെ മാംസവും പേശികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലോക്കഡായിരിക്കുകയാണ്. ബ്ലേഡ് വാങ്ങിയിട്ട് ഈ മരിച്ചു കഴിഞ്ഞു, ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ആ ബ്ലേഡ് കൊണ്ട് മാംസം അറുത്ത് ഒരു ചെറിയൊരു കഷ്ണം അത് മാറ്റി ആ കൊളുത്തെടുത്തിട്ട് ശരീരം വേർപ്പെടുത്തി. കാരണം ഈ ശരീരം മുമ്പിൽ വെച്ചിട്ട് ട്രെയിൻ യാത്ര സാധ്യമല്ല. വേ സൈഡ് ആണ് ഞങ്ങൾ, അതായത് മിഡ് സെക്ഷനിലാണ്. സ്റ്റേഷൻ അടുത്തെങ്ങുമില്ല, മറ്റ് സഹായങ്ങളും ഒന്നുമില്ല. ആ സമയത്ത് അത്തരം ചില കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. നോക്കൂ, ആ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന് എത്രമാത്രം മാനസിക ആഘാതം അതിനുശേഷം ഉണ്ടായിട്ടുണ്ടാവാം. എത്ര രാത്രികൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് സ്വപ്നങ്ങളിലും ഒക്കെ, അദ്ദേഹം റിട്ടയർഡായി, ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടാവാം. അതൊക്കെയാണ് ഈ ആത്മഹത്യ ദുരന്തങ്ങളുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഒരു കുറേയധികം ആളുകൾ കാഷ്വാലിറ്റി ആവുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന ആകെ ഒരു സംഭവമേ എനിക്കുണ്ടായിട്ടുള്ളൂ.
എൻ്റെ സർവീസ് ജീവിതത്തിൽ. അതാണ് ഞാൻ പറഞ്ഞ മാരാരിക്കുളം ആക്സിഡൻറ്റ്. അതിലൊരു ജർമ്മൻ ദമ്പതികൾ ഉൾപ്പെടെ 4 പേരാണ് അതിനകത്ത് മരണപ്പെട്ടത്.